ഗൈസ് ഇന്നത്തെ ഗെയിമിന്റെ വീഡിയോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഗെയിം പ്ലേ സ്റ്റോറിൽ 95 MB മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഒരു 13 GB ഡൗൺലോഡ് ആക്കാനുണ്ട്. അത് ഡൗൺലോഡ് ആക്കിയാൽ മാത്രമേ ഗെയിമിലേക്ക് കയറാൻ പറ്റൂ. അപ്പം ഞാനങ്ങനെ ആ 13 GB ഇരുന്ന് ഡൗൺലോഡ് ആക്കി അവസാനം ഗെയിമിൽ കയറി കളിച്ചു. ക്യാരക്ടർ പേര് അങ്ങനെ രൂപം കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മ മറ്റേ ഇത് കൊടുക്കുമല്ലോ, ഫാമിലി നെയിം പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ എന്ത് പേരടിച്ചിട്ടും എനിക്ക് മുമ്പോട്ട് പോകുന്നില്ല. കളി ആടെ ഇങ്ങനെ നിന്നണക്കിയാണ്. ബാക്കി എന്തെല്ലോ ചെയ്യാനെല്ലാം പറ്റും, പക്ഷേ അത് ടാസ്ക് ആക്കി തീർക്കേണ്ട സംഭവമാണ്. അതിൽ ഫാമിലി നെയിം ഫസ്റ്റ് കൊടുത്തു, കംപ്ലീറ്റ് ആയി. രണ്ടാമത് ആദ്യം ചോദിച്ചു അവർ, പിന്നെ എന്ത് കൊടുത്തിട്ടും എങ്ങനെയാവുന്നില്ല. ഗെയിം ഓഫാക്കി ഓണാക്കി നടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ആക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല കാര്യമൊന്ന് പറയണം കമൻറ്റിൽ. പിന്നെ ഒരു കാര്യം, അപ്പം നമുക്ക് ഗെയിം പ്ലേ ചെറുതായിട്ട് നോക്കാം, അതിൻ്റെ അപ്പുറം പോകുന്നില്ല. അപ്പം ഗെയിം ഏതാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി ഫാമിലി നെയിമിൻ്റെ കാര്യമെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്കിപ്പം ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എനിമീൻ്റെ മുമ്പിൽ ഇവനെ കൊണ്ടുവച്ചാൽ മതി, ഇവൻ ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് ചെയ്തോളും. പിന്നെ അനങ്ങാതെ വരുമ്പോൾ 2 കയ്യോ കാലോ അനക്കേണ്ട സ്വിച്ചാരം ഞെക്കേണ്ടി വരും. പക്ഷേ ബട്ടൺസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നത് ഇതാ, ഇത് ഫൈറ്റ് ചെയ്യുന്നത് ഇത് ഞാനല്ല, ഞാൻ വെറുതെ നിൽക്കുന്നത് കണ്ട. ഇപ്പം എനിക്കിവിടെ ഫൈറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇവനിങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ബട്ടൺസ് വരുന്നൊരു സംഭവമുണ്ട്, അതായത് ഇതേ കണക്ക് ഫൈറ്റ് ചെയ്യേണ്ടത്. ആടുന്ന നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവൻ ഓട്ടോമാറ്റിക് ഫൈറ്റ് ചെയ്യും. അതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഗെയിമിൽ. കാരണം പിന്നെ നമ്മ എന്തിനാണ് കളിക്കുന്നത്, ഇവർ പറയുന്നിടത്തേക്ക് ഞെക്കി പോലാ, അത്രേ ഇല്ലൂ. നിങ്ങൾ നോക്കിക്കോ, അതായത് സെയിം ഫൈറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണും ഫൈറ്റ് ചെയ്യേണ്ട ബട്ടൺസ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടാവും. പക്ഷേ ഇത് ഫൈറ്റ് എടുക്കുന്നത് ഞാനല്ല. ഞാനവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു, ഇവനെന്നെ ഓടി എല്ലായിടേക്കും ഫൈറ്റ് എടുക്കും. കണ്ട, ഇതൊന്നും ഞാൻ ഞെക്കുന്നില്ല. എന്നിട്ട് ഇവിടുന്ന് മാത്രം അവന് കുറച്ച് വഴി കാണിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് സൈഡിലേക്ക്, ഇവിടത്തേക്ക് ഓടാം. ഇവിടെ എത്തിയിട്ട് വെറുതെ അനങ്ങാണ്ടെടുക്കുക, ബാക്കിയെല്ലാം ചെയ്തോളും. ഞാൻ 1-2 വട്ടം ഇങ്ങനെ വെറുതെ ഞെക്കി നോക്കി, ഒരു കാര്യമില്ല. ആ സമയത്ത് ആ ആക്ഷൻ മാത്രം നടക്കും, വേറെ ഒന്നും നടക്കില്ല. നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫുള്ള് ഫൈറ്റ് എടുത്തിട്ട് എല്ലാം ചെയ്യിപ്പിക്കും. ഇതാണ് അത് ഭയങ്കര മോശമായി പോയി. ഞാൻ ഇതുവരെ കളിച്ച ഗെയിമിൽ ഇത്രയും ബഗ്ഡായിട്ടില്ല ഗെയിമൊന്നും. ഇവനിപ്പോൾ എന്തോ ഗോഡ് പവർ ഉണ്ടെന്ന് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ഫൈറ്റ് എടുക്കുന്ന, ഇവനെ ആരെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഇവൻ ചാവുന്നില്ല. അങ്ങനത്തെ ഒരു എൻ്റയർലി ബഗ്ഡാക്കിയിട്ടുള്ളൊരു ഗെയിം ഫസ്റ്റ് ടൈം. ഇത് കണ്ടോ, ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, ഇവൻ ഒറ്റ വീശൽ കണ്ട തീർന്നു. നിങ്ങൾ ഒരു കാരണവശാലും ഇത്രയും GB, അതായത് ഇപ്പം തന്നെ 14 സംതിങ് ആയി, അതായത് 15 GB അടുക്കായി ഗെയിം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത്രയും GB കളഞ്ഞിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കേണ്ട ഒരാവശ്യകതയുമില്ല. ടോട്ടലി ഗെയിം കാണാനൊരു വേറൊരു ടൈപ്പാണെങ്കിലും, പക്ഷേ ഇതൊരു കളിക്കാൻ ഒരു രസവുമില്ല. കാരണം ഇവൻ തന്നെ ഫൈറ്റ് എടുക്കും, നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് മറ്റേ സൈഡിലുള്ള ബട്ടൺ ഞെക്കിയിട്ട് ഓരോരോ മിഷൻ ഉണ്ടാവും, അത് ഞെക്കുമ്പം അത് നമ്മളെ കൊണ്ടുപോയിക്കോളും. പിന്നെ ഫൈറ്റും ഓൻ തന്നെ എടുത്തോളും, നമ്മൾ ആകെ ഒരു ബട്ടൺ ഞെക്കാൻ മാത്രമായിട്ട്. അങ്ങനെ ഒരു ബഗ്ഡായിട്ടാണെന്നില്ലത് ഈ ഗെയിം. നിങ്ങൾ വെറുതെ സൈസൊന്നും കളയണ്ട, ഫോണിൻ്റെ സ്റ്റോറേജും കളയണ്ട. എന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ തീരുവാന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.